എല്ലാവർക്കും ലേൺ വിത്ത് അഞ്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിനിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം എന്നാണ് 1964 എന്നാണ്. 1964. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. അറബിക്കടലിൻ്റെ റാണി കൊച്ചി. മലബാർ ഹിൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലബാർ ഹിൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ. അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? മൃതസഞ്ജീവനി. എന്താണ് മൃതസഞ്ജീവനി? എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം 1964. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. മലബാർ ഹിൽസ് എവിടെയാണ്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969. അന്തർദേശീയ ജലസഹകരണ വർഷം 2013. അന്തർദേശീയ ജലസഹകരണ വർഷം എന്നാണ് 2013. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായ ബലം ഏതാണ്? ഘർഷണബലം. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായ ബലം ഘർഷണം. മഞ്ഞ നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് എന്താണ്? സോഡിയമാണ്. മഞ്ഞ നിറം ലഭിക്കാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് സോഡിയമാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ വർഷം 1969. അന്തർദേശീയ ജലസഹകരണ വർഷം 2013. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായ ബലം ഘർഷണബലം. മഞ്ഞ നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് സോഡിയം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? താലോലം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം. 1922 എസ്.എ. ഡാങ്കെ ആരംഭിച്ച പ്രസിദ്ധീകരണം ദി സോഷ്യലിസ്റ്റ്. 1922 എസ്.എ. ഡാങ്കെ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ദി സോഷ്യലിസ്റ്റ്. 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇന്ദ്രധനുസ്. 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി സജ്ജമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഇന്ദ്രധനുസ്. എന്തൊക്കെയാണ് പറഞ്ഞത്? 18 വയസ്സിൽ താഴെ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം. 1922 എസ്.എ. ഡാങ്കെ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ദി സോഷ്യലിസ്റ്റ്. 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി സജ്ജമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്ന പദ്ധതിയാണ് ഇന്ദ്രധനുസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചത് ഏത് ബാങ്കാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം 1995. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്നതെന്നാണ് 1995 മുതലാണ്. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം 1995. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ സമസ്ത മേഖലകളെയും പറ്റി പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ സമസ്ത മേഖലകളെയും പറ്റി പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26 ഇന്ത്യയിൽ നിയമദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 നവംബർ 19. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ്? 1986 നവംബർ 19. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ സമസ്ത മേഖലകളെയും പറ്റി പഠിക്കാൻ നിയമിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇന്ത്യയിൽ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 നവംബർ 19. മദർ ഇന്ത്യ രചിച്ചത് ആരാണ്? കാതറിൻ മേയോ ആണ്. മദർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? കാതറിൻ മേയോ. യയാതി രചിച്ചതാരാണ്? VS ഖണ്ഡേക്കർ. യയാതി രചിച്ചതാരാണ്? VS ഖണ്ഡേക്കർ. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്. ആവിയന്ത്രം കണ്ടുപിടിച്ചതാരാണ്? ജെയിംസ് വാട്ട്. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 52. ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 52. അപ്പോൾ മദർ ഇന്ത്യ രചിച്ചത് കാതറിൻ മേയോ, യയാതി രചിച്ചത് VS ഖണ്ഡേക്കർ, ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 52. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം
അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് ഡോക്ടർ വേലുക്കുട്ടി അരയനാണ്. ആരാണ്? ഡോക്ടർ വേലുക്കുട്ടി അരയനാണ് അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത്. ആരാണ്? ഡോക്ടർ വേലുക്കുട്ടി അരയൻ. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. മാസ്ക് ഓഫ് ആഫ്രിക്ക എന്ന പുസ്തകം രചിച്ചത് VS നൈപ്പാൽ. മാസ്ക് ഓഫ് ആഫ്രിക്ക എന്ന പുസ്തകം രചിച്ചത് ആരാണ്? VS നൈപ്പാൽ. മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന കായിക വിനോദമാണ് ഗുസ്തി. മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന കായിക വിനോദമാണ് ഗുസ്തി. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് ഡോക്ടർ വേലുക്കുട്ടി അരയനാണ്. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മാസ്ക് ഓഫ് ആഫ്രിക്ക എന്ന പുസ്തകം രചിച്ചത് VS നൈപ്പാൽ. മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന കായിക വിനോദമാണ് ഗുസ്തി. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 39A ആണ്. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 39A. പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 49 ആണ്. പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 49. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്നത് 39A. പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 49. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? ഗ്രാമസഭയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭകൾ. PK തുങ്കൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. ഗ്രാമസഭയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം. PK തുങ്കൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളിയാണ് ജോൺ മത്തായി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളി ആരാണ്? ജോൺ മത്തായി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളിയാണ് ജോൺ മത്തായി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 93 പേരാണ് വിഭജനത്തിന് മുമ്പ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തുണ്ടായിരുന്നത്. 93 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ആകെ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 389. വിഭജനത്തിന് മുമ്പ് ടോട്ടൽ 389 പേരുണ്ടായിരുന്നു. വിഭജനത്തിന് മുമ്പ് ആ 389 പേരിൽ 93 പേര് നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് വന്നിട്ടുള്ളതായിരുന്നു. അതുപോലെ വിഭജനത്തിന് മുമ്പ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് 292 പേരാണ് ഉണ്ടായിരുന്നത്. ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് എത്ര പേരാണ്? 292 പേർ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ വിഭജനത്തിന് മുമ്പ് അതിലെത്ര പേരുണ്ടായിരുന്നു? ടോട്ടല് 389 പേരുണ്ടായിരുന്നു. അതിൽ 93 പേർ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തിട്ടുള്ളതായിരുന്നു. 292 പേരോ ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് ഉള്ളവരായിരുന്നു. ധ്രുവചരിതം രചിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ധ്രുവചരിതം രചിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ധ്രുവചരിതം പണ്ഡിറ്റ് കറുപ്പൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആരായിരുന്നു? ആനി മസ്ക്രീൻ ആയിരുന്നു. ആനി മസ്ക്രീൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിതയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്? 6 പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. അതിൽ ആനി മസ്ക്രീനും അതിലൊരംഗമാണ്. അപ്പോൾ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന വനിത ആരാണ്? ആനി മസ്ക്രീനാണ്. ടോട്ടൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്? 6 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് കൊച്ചിയെ പ്രതിനിധാനം ചെയ്തുണ്ടായിരുന്നത്? ഒരേ ഒരാൾ മാത്രമേ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നുള്ളൂ. തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് 6 പേരുണ്ടായിരുന്നു. 2 ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് AR റഹ്മാൻ. 2 ഓസ്കാറുകൾ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാരാണ്? AR റഹ്മാനാണ്. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്.
എന്താണ് സശസ്ത്ര സീമാബൽ? അതിർത്തി സംരക്ഷണ സേനയെയാണ് സശസ്ത്ര സീമാബൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് AR റഹ്മാൻ. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സശസ്ത്ര സീമാബൽ എന്ന് പറയുന്നത് എന്താണ്? അതിർത്തി സംരക്ഷണ സേനയെയാണ് സശസ്ത്ര സീമാബൽ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഡിക്കി ബേർഡ് പ്ലാൻ തയ്യാറാക്കിയതാരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഡിക്കി ബേർഡ് പ്ലാൻ തയ്യാറാക്കുന്നത്. ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി മാസത്തെ 2ാമത്തെ ചൊവ്വാഴ്ചയാണ് ഇന്റർനെറ്റ് സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് അനീമിയ. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഡിക്കി ബേർഡ് പ്ലാൻ തയ്യാറാക്കിയത് മൗണ്ട് ബാറ്റൺ ആണ്. ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി മാസത്തെ 2ാമത്തെ ചൊവ്വാഴ്ചയാണ് ആചരിക്കുന്നത്. ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് അനീമിയ. ഈശ്വരൻ തെറ്റു ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ വിഖ്യാത പത്രപ്രവർത്തകനാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് പറഞ്ഞത് ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞതാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. 1929 മാർച്ച് 4 മഹാത്മാഗാന്ധി എവിടെയാണ് പൊതുസ്ഥലത്ത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത്? കൊൽക്കത്തയിലാണ്. 1929 മാർച്ച് 4 മഹാത്മാഗാന്ധി എവിടെയാണ് പൊതുസ്ഥലത്ത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത്? കൊൽക്കത്തയിലാണ്. 1942 സെപ്റ്റംബർ 15 ആരാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു കലാപം അഥവാ റെബല്യൻ എന്ന് വിശേഷിപ്പിച്ചത്? സർ റെജിനാൾഡ് മാക്സ്വെൽ ആണ്. 1942 സെപ്റ്റംബർ 15 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു കലാപം എന്ന് വിശേഷിപ്പിച്ചത് സർ റെജിനാൾഡ് മാക്സ്വെൽ ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ മിതവാദികൾ അവലംബിച്ച മാർഗം നിവേദനവും അഭ്യർത്ഥനയുമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ മിതവാദികൾ അവലംബിച്ച മാർഗം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് ചീഫ് കമ്മീഷണർ പ്രവിശ്യയിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 4 പേരാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 70 പേരാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ മിതവാദികൾ അവലംബിച്ച മാർഗമാണ് നിവേദനവും അഭ്യർത്ഥനയും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് 4 പേരാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 70 പേരാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് 1972 ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 1972. ഇന്ത്യയിൽ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നത് സി രാജഗോപാലാചാരിയാണ്. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നത് സി രാജഗോപാലാചാരി. ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി കമ്മീഷൻ രൂപവൽക്കരിച്ചത് 1875 1875 ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത് 1986 ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് വരുന്നത് 1986. അപ്പോൾ ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത് 1972. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത് 1875. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വരുന്നത് 1986. ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ് റോഡോഡെൻഡ്രോൺ എന്ന് പറയുന്നത്? ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ്? നേപ്പാളിന്റെ ദേശീയ പുഷ്പമാണ് റോഡോഡെൻഡ്രോൺ. ONV കുറുപ്പിന് ഏത് വർഷത്തെ ജ്ഞാനപീഠമാണ് ലഭിച്ചത്? 2007 ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. വനത്തിലെ തീപിടുത്തം നിരീക്ഷിക്കാൻ ഡ്രോണുകളെ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. വനത്തിലെ തീപിടുത്തം നിരീക്ഷിക്കാൻ ഡ്രോണുകളെ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഓക്സീകരണമാണ് നടക്കുന്നത്. ഒരു പദാർത്ഥം കത്തുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ഓക്സീകരണമാണ്. അപ്പോൾ ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ്? റോഡോഡെൻഡ്രോൺ. നേപ്പാളിൻ്റേത്. 2007 ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. വനത്തിലെ തീപിടുത്തം നിരീക്ഷിക്കാൻ ഡ്രോണുകളെ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാന്ത്വനം. എന്താണ് സാന്ത്വനം? പ്രഥമ ONV സാഹിത്യ പുരസ്കാര ജേതാവ് സുഗതകുമാരി. പ്രഥമ ONV സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? സുഗതകുമാരി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം. അപ്പോൾ പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാന്ത്വനം. പ്രഥമ ONV സാഹിത്യ പുരസ്കാര ജേതാവ് സുഗതകുമാരി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം.